കാർത്തിയോട് ജഗൻ ചോദിക്കുകയാണ്, നീ ജിമ്മിൽ പോകുന്നുണ്ടോടാ? ഉണ്ട്. കരാട്ടെ ക്ലാസ്സിലൊക്കെ പോയതാണോടാ? കുട്ടിക്കാലത്തൊക്കെ പോയിട്ടുണ്ട്. വളർന്നപ്പോഴും പോകണ്ടേടാ? അതിനുശേഷം കാർത്തിയുടെ ഒരു കൂട്ടുകാരനെ പിടിച്ചിട്ട് ജഗൻ ചോദിക്കുകയാണ്, ദേ ഇവനെയൊക്കെ കൂട്ടുപിടിച്ചല്ലേ നീ തല്ലാനും കൊല്ലാനും ഒക്കെ നടക്കുന്നത്? അപ്പോൾ പിന്നെ എന്നെ പോലുള്ള ആരെങ്കിലും ഇടയ്ക്കൊന്ന് പെരുമാറാൻ വന്നാൽ പിടിച്ചു നിൽക്കണ്ടേടാ? ദേഷ്യപ്പെട്ടു നിൽക്കുകയാണ് കാർത്തി. വീണ്ടും ജഗൻ ചോദിക്കുകയാണ്, ഓ നീ പെണ്ണുങ്ങളുടെ നേരെയാണല്ലോ അക്രമം അഴിച്ചുവിടുന്നത്? അന്നേരം പോലീസ് പറയുകയാണ്, ഡാഡാ മതിയടാ. പോലീസിനോട് ജഗൻ ചോദിക്കുകയാണ്, അവന് കുഴപ്പമില്ല, പിന്നെ സാറിനെന്താ? ഷീബ എന്ന പെൺകുട്ടിയെ അതിക്രൂരമായി ഇവൻ കൊന്നു. എന്നിട്ട് ആ കൊലപാതക കുറ്റം പോയത് ആരുടെ തലയിലാ? ഒരു അന്യദേശ തൊഴിലാളിയുടെ തലയിൽ. അവൻ 100-200 രൂപയ്ക്ക് കേരളം ഗൾഫാണെന്ന് പറഞ്ഞ് ജോലി ചെയ്യാൻ വന്നവൻ. എന്നിട്ട് അവന്റെ കുടുംബം ഇപ്പോൾ പട്ടിണിയാണ്. ഇതിനൊക്കെ നീയും നിന്റെ അച്ഛനും ഇവിടുന്ന് പിഴ ഒടുക്കിയിട്ടേ പോകാൻ പറ്റൂ. അന്നേരം കാർത്തി പറയുകയാണ്, അണ്ണൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ദേഷ്യപ്പെട്ട് ജഗൻ പറയുകയാണ്, ഒരു തെറ്റിദ്ധാരണയും ഇല്ല. നന്നായി പോയാൽ നിനക്ക് കൊള്ളാം. വീണ്ടും ജഗൻ പറയുകയാണ്, അതെ, എന്നെ നിന്റെ അച്ഛൻ സദാനന്ദനാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഞാൻ ജയിലിന് പുറത്തേക്ക് ചെല്ലുമ്പോൾ വടിവാളും വെട്ടുകത്തിയുമൊക്കെ ആയിട്ട് എന്നെ സ്വീകരിക്കാൻ ആൾക്കാർ ഉണ്ടാവുമോടാ? എന്നെ തട്ടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കൂടെ 1-2 പിള്ളേർ കൂടി ഉണ്ട്. അവരെ കൂടി അങ്ങ് കൊന്നേക്കണം. പിന്നെ ഏത് സദാനന്ദൻ ആയാലും പള്ളക്ക് കത്തി കയറിയാൽ പിന്നെ യാത്ര മുകളിലോട്ടാണ്. അത് മറക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ് ജഗൻ. പിന്നീട് കാണിക്കുന്നത് വീട്ടിലെത്തുന്ന ഭാഗ്യലക്ഷ്മിയാണ്. അകത്തേക്ക് കയറി ഭാഗ്യലക്ഷ്മി ദിയോട് ചോദിക്കുകയാണ്, എന്തായി മോളെ? ഞങ്ങള് ഉച്ചയ്ക്ക് മുമ്പെങ്ങ് പോന്നു. അതെന്താ അങ്ങനെ? ഞാൻ വിളിച്ചപ്പോഴൊക്കെ കുഴപ്പമില്ല എന്നാണല്ലോ നീ പറഞ്ഞത്. അത് അമ്മ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി ചെയ്യുകയല്ലേ. അതിന്റെ ഇടയ്ക്ക് അമ്മയെ വെറുതെ ടെൻഷനാക്കേണ്ട എന്ന് കരുതി. ഇത് ശരിയാകില്ലമ്മേ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ചുട്ട മറുപടി കൊടുക്കാനുള്ള കഴിവ് എന്റെ ചേച്ചിക്കില്ല. ഇനി കോളേജിൽ പോകില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതേസമയം താഴേക്ക് ഇറങ്ങി വരികയാണ് ദീപ. എന്താ മോളെ ഇത്? പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുമ്പോൾ കേൾക്കാൻ പാടില്ലാത്തതൊക്കെ കേൾക്കേണ്ടി വരും എന്ന് അമ്മ പറഞ്ഞതല്ലേ? അവിടെ ചൂളി പോകരുതെന്നും പറഞ്ഞിട്ടുള്ളതല്ലേ? കരഞ്ഞുകൊണ്ട് ദീപ പറയുകയാണ്, എനിക്ക് വയ്യമ്മേ ഇനി കോളേജിലേക്ക് പോകാൻ. ഞാൻ വീട്ടിലിരുന്ന് പഠിച്ചോളാം. ദിയ ചോദിക്കുകയാണ്, വീട്ടിലിരുന്ന് പഠിച്ചാലും എക്സാമിന്റെ അന്ന് പോണ്ടേ? അത് ഞാൻ അന്ന് നോക്കാം. ദിയ പറയുകയാണ്, നോക്കാനൊന്നുമില്ല ചേച്ചി, അന്നും പോകില്ല. എനിക്ക് വയ്യമ്മേ, വീട്ടിലിരിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, എന്നാൽ അങ്ങനെ കാണുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ് മോളെ. നീ കുറച്ചുകൂടി തന്റെ ഇടം കാണിക്കണമായിരുന്നു. ക്ലാസ്സിനകത്ത് ഞാൻ ഒറ്റപ്പെട്ടു പോയമ്മേ. ടീച്ചേഴ്സ് പോലും വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരുടെയും മുഖത്ത് എന്നെ കാണുമ്പോൾ ഒരു ദേഷ്യമുണ്ട്. ദിയ പറയുകയാണ്, അതൊക്കെ ചേച്ചിക്ക് വെറുതെ തോന്നുന്നതാണ്. അമ്മേ, നമ്മൾ കോളേജിലേക്ക് ചെന്നപ്പോൾ പലരും നന്നായിട്ടാണ് സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്തത്. പിന്നെ കൂട്ടത്തിൽ ചില തല്ലിപ്പൊളികളുണ്ട്. അവര് മാത്രമാണ് ചേച്ചിയെ കളിയാക്കിയത്. അതിനൊക്കെ ചുട്ട മറുപടിയും ഞാൻ കൊടുത്തതാണ്. ദേഷ്യപ്പെട്ട് ദീപ പറയുകയാണ്, എന്തായാലും ശരി, എനിക്കിനി കോളേജിലോട്ട് പോകാൻ വയ്യ. മക്കൾ പഠിച്ചൊരു ജോലി കിട്ടിയിട്ട് അവരുടെ വിവാഹം മതി എന്ന് തീരുമാനിച്ചതാണ് ഞാൻ. ഇന്നത്തെ കാലത്ത് ഒരു ജോലി അത്യാവശ്യമാണ്. ദീപ പറയുകയാണ്, ഞാൻ വീട്ടിലിരുന്ന് ടെസ്റ്റിനൊക്കെ പ്രിപ്പയർ ചെയ്തോളാം അമ്മേ. ദിയ ചോദിക്കുകയാണ്, ജോലി കിട്ടിയാൽ പുറത്തിറങ്ങണ്ടേ? ഒരു സ്ഥാപനത്തിൽ ഒരു ഓഫീസിലിരുന്ന് ജോലി ചെയ്യണ്ടേ? അപ്പോൾ അവിടെ ആൾക്കാര് കാണില്ലേ? ഭാഗ്യലക്ഷ്മി പറയാണ്, ഇന്നിപ്പോൾ മോളുടെ കാര്യത്തിൽ എനിക്ക് വ്യക്തമായ തീരുമാനം എടുത്തേ പറ്റൂ. അമ്മ തളരുന്നത് വരെ നിങ്ങൾ മക്കൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഒരു ജോലിയില്ലെങ്കിൽ പ്രത്യേകിച്ചും. മക്കളുടെ അച്ഛൻ വഴിപിഴച്ചു പോകുമ്പോൾ ഞങ്ങൾ അമ്മമാർക്ക് പിന്നെ ആകെയുള്ള പ്രതീക്ഷ നിങ്ങൾ മക്കളാണ്. നിങ്ങളുടെ നല്ല ഭാവിയാണ്, ജീവിതമാണ്. അമ്മയ്ക്കും അങ്ങനെ ചില ആഗ്രഹങ്ങൾ ഉണ്ട്. അതുകൊണ്ടിനി അമ്മ എന്ത് തീരുമാനിച്ചാലും മോൾ അമ്മയുടെ കൂടെ നിൽക്കണം. അത്രയും പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് ഭാഗ്യലക്ഷ്മി. ഭാഗ്യലക്ഷ്മി പറഞ്ഞത് മനസ്സിലാകാതെ ദിയോട് ചോദിക്കുകയാണ്, അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അതൊന്നും എനിക്കറിയില്ല. ഇനിയിപ്പോ അമ്മ പറഞ്ഞത് എന്തായാലും അനുസരിക്കണം, കൂടെ നിൽക്കണം. പിന്നീട് കാണിക്കുന്നത് പ്രസാദിനോട് സംസാരിക്കുന്ന ഭാഗ്യലക്ഷ്മിയാണ്. പ്രസാദ് പറയുകയാണ്, അതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു മാഡം. എത്രയും പെട്ടെന്ന് ദീപമോളുടെ വിവാഹം നടത്തണം. നമുക്ക് ആദർശം പറയാം, നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാം. പക്ഷേ മക്കളുടെ കാര്യം വരുമ്പോൾ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും. പ്രസാദിന് അറിയാമല്ലോ, തെറ്റ് കണ്ടാൽ ഉടനടി പ്രതികരിക്കുന്ന സ്വഭാവമാണ് എന്റേത്. കോടതി കയറ്റേണ്ടവരെ കോടതി കയറ്റും. അതാണ് എന്റെ ഇതുവരെയുള്ള ശീലം. എന്നാൽ എന്റെ മോളുടെ കാര്യം വന്നപ്പോൾ നിയമത്തിന്റെ കൂട്ടുപിടിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതൊരുമാതിരിപ്പെട്ട ആർക്കും പറ്റില്ല മാഡം. കാരണം അതുപോലൊരു കേസായി പോയി ഇത്. മാഡത്തിന്റെ ഇളയ മോളായിരുന്നെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു.
ദിയമോള് അമ്മയ്ക്കൊപ്പം നിൽക്കും. ഏത് കോടതിയിലും തന്റെ കൂടി പറയും. സമൂഹത്തെ ഫേസ് ചെയ്യും. പക്ഷെ അതുപോലല്ല ദീപമോളുടെ കാര്യം. ഇന്ന് അമ്മയും മോളും കൂടി ധൈര്യം കൊടുത്താണല്ലോ കോളേജിലേക്ക് വിട്ടത്. എന്നിട്ടെന്തായി? ക്ലാസ്സിൽ പോലും ഇരുന്നിട്ടില്ല. വിഷമിച്ച് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ഇനിയിപ്പോൾ ക്ലാസ്സിൽ പോകുന്നില്ല എന്നാണ് അവൾ പറയുന്നത്. പ്രസാദ് പറയുകയാണ്, അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണമെന്ന് പറയുന്നത്. ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു പേരുദോഷം ഉള്ളതുകൊണ്ട് നല്ലൊരു കുടുംബത്തിൽ നിന്ന് ബന്ധം കിട്ടുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പേടി. നമുക്ക് ആലോചിക്കാം മേഡം, ഇതിനൊക്കെ ഇടയിലും നമ്മളെ അറിയാവുന്ന പലരും ഇല്ലേ? അവരുടെ ആരുടെയെങ്കിലും മക്കൾ തയ്യാറായാൽ ദീപമോളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആകുമല്ലോ. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, എല്ലാം മറച്ചു വെച്ചിട്ട് ഒരു ബന്ധം ആലോചിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പ്രസാദ് പറയുകയാണ്, ദേ ഇക്കാര്യത്തിൽ ഞാൻ എതിരാണ്. ദേ ഇനിയിപ്പോ ഇതൊന്നും അറിയാതെയാണ് ഒരു കൂട്ടർ വരുന്നതെങ്കിൽ സംഭവത്തെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. വരുന്നവരോടൊന്നും പറഞ്ഞില്ലെങ്കിലും അതിനുശേഷം പയ്യനോടെങ്കിലും പറയണം. അങ്ങനെ ചെയ്യാതിരിക്കുന്നത് തെറ്റാണ്. ഭാഗ്യലക്ഷ്മി അങ്ങനെ പറയുമ്പോൾ പ്രസാദ് പറയുകയാണ്, എന്തായാലും നമുക്ക് മാനേജ് ബ്യൂറോയിലൊന്ന് പേര് രജിസ്റ്റർ ചെയ്തിടാം. അതുപോലെ തന്നെ അറിയാവുന്ന ബ്രോക്കർമാരോടൊക്കെ ഞാൻ കാര്യങ്ങൾ പറയാം. പിന്നെ പെണ്ണ് കാണാൻ വരുമ്പോഴെങ്കിലും അച്ഛന്റെ സ്ഥാനത്തൊന്ന് നിൽക്കണം എന്ന് പറയണം. സങ്കടപ്പെട്ട് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അതാണ് എന്റെ ഭാഗ്യക്കേട്. ഒരു സങ്കടം ഉണ്ടാകുമ്പോൾ എന്റെ കണ്ണുകൾ നിറയുമ്പോൾ ഞാൻ ഭ്രാന്തമായിട്ട് വേദനിക്കുമ്പോൾ ഒന്ന് വന്ന് തലോടാൻ ആളില്ല. ആ സമയത്ത് അത് ചെയ്യേണ്ട ആൾ കൊല്ലുന്ന വർത്തമാനം പറഞ്ഞ് മാറി നിൽക്കുകയാണ്. വക്കീൽ സാറിന്റെ സ്വഭാവം ആർക്കെങ്കിലും മാറ്റാൻ പറ്റുമോ? അതുകൊണ്ട് ഇനി അതേപ്പറ്റി പറയണ്ട. മക്കളുടെ കാര്യത്തിൽ മാഡം തന്നെ മുൻകൈയെടുത്തേ പറ്റൂ. ശരി പ്രസാദെ, ആലോചനകൾ നടക്കട്ടെ. ഞാനും ആ വഴിക്ക് നീങ്ങാം. എന്തായാലും മോളിനി പഠിത്തം തുടരുമോ എന്ന് തോന്നുന്നില്ല. ശരിയെന്നും പറഞ്ഞു പോവുകയാണ് ഭാഗ്യലക്ഷ്മി. പിന്നീട് വക്കീൽ ഓഫീസിലിരിക്കുന്ന വിജയകുമാർ കാണുന്നത് പടി കയറി വരുന്ന ഭാഗ്യലക്ഷ്മിയാണ്. ദേഷ്യപ്പെട്ട് വിജയകുമാർ ചോദിക്കുകയാണ്, വീട്ടിലോട്ട് വരുമ്പോഴുള്ള വിസ്താരം മതിയാവാഞ്ഞിട്ടാണോ ഇങ്ങോട്ട് വന്നത്? ഇപ്പോ കോടതിയിലേക്ക് പോകാത്തത് കൊണ്ട് ആരും ഇങ്ങോട്ട് വരല്ലേ എന്ന് പറഞ്ഞാണ് ഞാനിവിടെ ഇരിക്കുന്നത്. എനിക്ക് ഒറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടം. അന്നേരം ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ? കേസിൽ നിന്നൊക്കെ അവധിയെടുത്താലേ പിന്നെ എനിക്ക് കൂട്ട് മദ്യമാണ്. അല്ല, വില്ലേജ് ഓഫീസർ എന്താ ഇങ്ങോട്ട് വന്നത്? ഞാൻ എന്റെ ദീപമോളെ കുറിച്ച് സംസാരിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. മോൾക്ക് നല്ലൊരു ബന്ധം വന്നാൽ അത് നടത്തണം. വിജയകുമാർ ചോദിക്കുകയാണ്, ഈ പേരുദോഷം കൽപ്പിച്ച മകൾക്ക് എവിടെന്നാണാവോ ഒരു നല്ല ബന്ധം കിട്ടുക? ദേഷ്യപ്പെട്ട ഉച്ചത്തിൽ ഭാഗ്യലക്ഷ്മി പറയുകയാണ്, എന്റെ മോള് പേരുദോഷം കേൾപ്പിച്ചതല്ല. അവള് തെറ്റ് ചെയ്തിട്ടില്ല. കോടതിയിൽ കേസ് ജയിക്കാൻ വേണ്ടി കെണി ഒരുക്കിയത് സദാനന്ദനും മോനും കൂടിയാണ്. അതിൽ എനിക്കിനി നിങ്ങളുടെ പങ്ക് കൂടി മാത്രമേ വ്യക്തമാകാനുള്ളൂ. ഒന്ന് പുച്ഛിച്ചുകൊണ്ട് വിജയകുമാർ പറയുകയാണ്, ഞാനും പങ്കാളിയാണ്, എന്താ പോരെ? എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ അത്രയ്ക്ക് ഗതികെട്ട ഒരച്ഛനാകുമെന്ന് ഞാൻ കരുതുന്നില്ല. എഴുന്നേറ്റ ശേഷം വിജയകുമാർ ചോദിക്കുകയാണ്, എടി നിനക്ക് നിന്റെ ഓഫീസിൽ എന്തിനും ഏതിനും സഹായിയായിട്ട് ഒരാളുണ്ടായിരുന്നല്ലോ, പ്രസാദ്. നിന്നേക്കാൾ കുറച്ച് ഇളയതാണെങ്കിലും എന്നേക്കാൾ അടുപ്പം നിനക്ക് അവനോടാണ്. അന്നേരം എന്നാക്കുകയാണ് ഭാഗ്യലക്ഷ്മി. വിജയകുമാർ പറയുകയാണ്, പുച്ഛിച്ചതല്ല. നമ്മുടെ വീട്ടിൽ നിന്നും അധികം അകലത്തൊന്നുമല്ല അവന്റെ വീട്. ഒരു സങ്കടം വരുമ്പോൾ നീ ഓടിച്ചെല്ലുന്നത് അവന്റെ അടുത്തേക്കാണ്. ദേഷ്യപ്പെട്ട് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, പ്രസാദിനെ ഞാൻ എന്റെ അനിയന്റെ സ്ഥാനത്താണ് കാണുന്നത്. വിജയകുമാർ ചോദിക്കുകയാണ്, സ്ത്രീകൾ ആരോടെങ്കിലും അടുപ്പം കാണിച്ചാൽ അനിയൻ, ഞങ്ങൾ ആണുങ്ങളാണെങ്കിലോ അനിയത്തി. അങ്ങനെ പറഞ്ഞു വേണമെങ്കിൽ വിമർശകലനം ആവാം. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനും എന്റെ സങ്കടങ്ങൾ പങ്കുവയ്ക്കാനും എനിക്കൊരാളില്ല. ഒരാശ്വാസവാക്ക് പറയാൻ പോലും എനിക്കാരും ഇല്ല. മക്കൾക്ക് ദുരവസ്ഥ ഉണ്ടായാലും കരയാതെ പിടിച്ചു നിൽക്കണം. പിന്നെ അവരുടെ കണ്ണീരൊപ്പണം. ആ സമയത്ത് പോലും നിങ്ങൾ തിരിഞ്ഞു നോക്കില്ല. അപ്പോൾ നീ തിരിഞ്ഞു നോക്കുന്നവന്റെ പിന്നാലെ പോകും അല്ലേ? ദേഷ്യപ്പെട്ട് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, സ്വന്തം ഭാര്യയെ വിശ്വാസമില്ലാത്ത ഒരാളിനെ കഴിവുകെട്ടവൻ എന്നാണ് വിളിക്കേണ്ടത്. ഞാനിപ്പോ ഓടി വന്നത് എന്റെ കാര്യം പറയാനല്ല, നമ്മുടെ മോളുടെ കാര്യം പറയാനാണ്. അവളുടെ ഭാവിയെ പറ്റി പറയാനാണ്. അവളുടെ ഭാവി നീയായിട്ടല്ലേ തുലച്ചത്? പിന്നെ എന്തിനാ ഓടി ഇങ്ങോട്ട് വരുന്നത്? ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഭയക്കുന്നത് നിന്റെ ഈ മുഖമാണ്. ശരിയാണ്, മക്കൾക്ക് വിവാഹപ്രായമെത്തിയാൽ അവരെ കെട്ടിച്ചുവിടണം. അത് നാട്ടുനടപ്പ്. എന്നാൽ സ്വഭാവദൂഷ്യമുള്ള മക്കളെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. ഇവിടെ എന്നെക്കാളും നിന്നെക്കാളും ഒക്കെ പ്രശസ്തിയാണ് നിന്റെ മോള്. അങ്ങനെയുള്ള വിവാഹം കഴിക്കാൻ പെട്ടെന്ന് ആളും വരില്ല. ഒരു കുടുംബക്കാരും മരുമോളായിട്ട് അവളെ കൂട്ടിക്കൊണ്ടുപോകില്ല. ഇനി അമ്മയെ അതേപടി വാർക്കുന്ന മറ്റൊരു മോളുണ്ടല്ലോ, അവളുടെ കാര്യം ഇതിലും കഷ്ടമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ നിനക്ക് നിന്റെ പെൺമക്കളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ശിഷ്ടകാലം മുഴുവനും കഴിയാം.
വീണ്ടും ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, എന്റെ മക്കളുടെ വിവാഹം നടക്കുമ്പോൾ താലി കെട്ടുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടാകുമോ? അതോ കുടിച്ചു കൂത്താടി കണ്ണിൽ കണ്ടവന്മാരുമായിട്ട് കറങ്ങി നടക്കുമോ? ഞാൻ എന്റെ ഒരു സഹപ്രവർത്തകനോട് മിണ്ടുകയും പറയുകയും ചെയ്യുന്നത് തെറ്റായ കണ്ണോടുകൂടി കാണുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾക്ക് അഴിഞ്ഞാടി നടക്കുന്ന ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുള്ളത് കൊണ്ടാണ്. ആ കണ്ണുകൾ കൊണ്ട് മറ്റു സ്ത്രീകളെ നിങ്ങൾ നോക്കുന്നത് കൊണ്ടാണ്. നിങ്ങളില്ലെങ്കിലും എന്റെ മക്കളെ ഞാൻ നല്ല നിലയിൽ തന്നെ പറഞ്ഞുവിടും. അത്രയും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോവുകയാണ് ഭാഗ്യലക്ഷ്മി. പിന്നീട് കാണിക്കുന്നത് ജയിലിൽ ജോലി ചെയ്യുന്ന കാർത്തിയും കൂട്ടരെയുമാണ്. അന്നേരം അവിടേക്ക് വന്ന ജഗൻ പോലീസുകാരനോട് പറയുകയാണ്, അപ്പോൾ സാറേ, പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. അവന്റെ അച്ഛൻ കാരണം ഞാൻ ഇന്ന് പുറത്തു പോവുകയാണ്. നമുക്ക് വീണ്ടും കാണാം സാർ. എടോ, അങ്ങനെ പറയാതെ വീണ്ടും കാണരുത് എന്ന് പറ. അതങ്ങനെയാണല്ലോ സാർ പതിവ്. പോയാൽ പോയതിനേക്കാളും വേഗത്തിലേ ഞാൻ തിരിച്ചു വരൂ. അതിലിനിയും മാറ്റമൊന്നും ഉണ്ടാകില്ല. പിന്നീട് കാർത്തിയുടെ അടുത്തേക്ക് ചെന്ന് ജഗൻ ചോദിക്കുകയാണ്, എടാ, നിന്റെ അച്ഛന് നിന്ന് തിരിയാനുള്ള സ്ഥലം നിന്ന് തിരിയാതിരിക്കാനുള്ള സമയം അയാൾ തന്നെ ഉണ്ടാക്കുകയാണോ? അതിനാണോ എന്നെ പുറത്തിറക്കിയിരിക്കുന്നത്? പിന്നീട് ജഗൻ തന്റെ കൂട്ടുകാരനോട് പറയുകയാണ്, ഞാൻ പുറത്തു പോയാൽ മുൻതൂക്കം വെച്ചിട്ട് ഇവിടെ കിടന്ന് ഇവനിവന്റെ കൂട്ടുകാരും ആളായാൽ എന്നോട് പറഞ്ഞാൽ മതി. ഞാനിവന്റെ അപ്പൻ 2 കൊടുത്തിട്ട് ഇതിനകത്തോട്ട് തന്നെ കയറ്റിക്കോളാം. അപ്പോൾ ഒന്ന് ഭയക്കുകയാണ് കാർത്തി. വീണ്ടും ജഗൻ ചോദിക്കുകയാണ്, എടാ, നിന്റെ അപ്പനെ തല്ലിയാൽ അയാൾ കേസിന് പോകുമോ? മോനകത്ത് കിടക്കുന്നത് കൊണ്ട് ഞാനിവിടെ കാണരുത് എന്നാണല്ലോ അയാളുടെ ആഗ്രഹം. ദേഷ്യപ്പെട്ട കാർത്തി പറയുകയാണ്, ഞാൻ നിങ്ങളോടൊരു വഴക്കിനും വരുന്നില്ല. എന്നെ വെറുതെ വിട്ടേര്. നിന്നെ വെറുതെ വിടണമോ വേണ്ടയോ എന്ന് നീ തന്നെ തീരുമാനിച്ചാൽ മതി. അത് നിന്റെ സ്വഭാവം അനുസരിച്ചിരിക്കും. ഡാ, മതിയടാ, പോകാം എന്ന് പറഞ്ഞു വിളിക്കുകയാണ് പോലീസുകാരൻ. എന്നാ ശരി, പോയിട്ട് വരാമെന്ന് കാർത്തിയോട് ജഗൻ പറയുമ്പോൾ വീണ്ടും പോലീസുകാരൻ ചോദിക്കുകയാണ്, എന്നാലും നീ അങ്ങനെ പറയൂ അല്ലേ? നടക്കുന്നത് ഈ ജഗൻ പറയൂ. പിന്നീട് ജയിലിൽ നിന്നും പുറത്തിറങ്ങുകയാണ് ജയൻ. പുറത്തേക്കിറങ്ങി ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കുകയാണ് ജഗൻ. എന്നിട്ട് പോലീസുകാരന് സലാം പറയുകയാണ്. പുറത്തേക്കിറങ്ങി ജഗന്റെ മുന്നിലേക്ക് പെട്ടെന്ന് റൈസ് ചെയ്ത് ബൈക്ക് വന്ന് നിൽക്കുകയാണ്. ബൈക്കിൽ നിന്നും ഇറങ്ങിയാൽ ജഗനെ തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുകയാണ്. ജഗനും അതേപോലെ നോക്കി നിൽക്കുന്നു. പിന്നീട് ഇരുവരും ചിരിക്കുകയാണ്. പിന്നീട് അണ്ണാന്നും പറഞ്ഞു കെട്ടിപ്പിടിക്കുകയാണ് ജഗനെ അയാൾ. ജഗൻ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ടടാ നാട്ടിൽ പോയിട്ട്? നാട്ടിലുള്ള വല്യമ്മ ചത്തണ്ണ. ഓ, അവര് പോയോ? പോകുന്നതിന് മുമ്പ് അണ്ണനെ അന്വേഷിച്ചായിരുന്നു. ജയിലിൽ കിടക്കുന്ന അണ്ണൻ എങ്ങനെ വരാനാ അല്ലേ? അവർക്ക് വലിയ സങ്കടമായി കാണുമല്ലോടാ. പിന്നെ ആകാതിരിക്കുമോ? വല്യമ്മയുടെ അയലത്ത് 2 തൊരപ്പന്മാർ ഉണ്ടായിരുന്നു. അല്ല, ഞാൻ അണ്ണനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. വല്യമ്മയുടെ തീ കെടുത്തിയതിനു ശേഷം ഞാൻ അവന്മാരുടെ വീട് കയറി വെട്ടി. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. എന്നിട്ട് മുട്ടിന് മുകളിലോട്ട് വെട്ടി. അതുകൊണ്ട് ഇനി അവന്മാർക്ക് ഇരുന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോ സങ്കടത്തിന് കുറച്ച് കുറവുണ്ട്. അല്ല, അതൊക്കെ പോട്ടെണ്ണ. അണ്ണനിപ്പോൾ പതിവിന് നേരത്തെ പുറത്തിറങ്ങിയല്ലോ. ഇറങ്ങിയതല്ലടാ, ഇറക്കിയതാണ്. ആരെണ്ണ? ഒരു ശത്രു. അതേടാ, കഥകളൊക്കെ പറയാം. നീ ഇവിടുന്ന് പോയ ശേഷം ചില സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ആരെയെങ്കിലും കീറണോ അണ്ണ? ആ, അതൊക്കെ ചിലപ്പോൾ വേണ്ടിവരും. അല്ല അണ്ണ, ജയിലിനകത്ത് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. ജയിലിൽ എന്ത് കുഴപ്പമുണ്ടാവാനാടാ? നമ്മളല്ലേ ജയിലിൽ കുഴപ്പക്കാർ. അല്ല, അണ്ണൻ അങ്ങോട്ട് പോയി ആരോടും മുട്ടത്തില്ലല്ലോ. ഇനിയിപ്പോ തിരിച്ച് ആരെങ്കിലും മുട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ എണീക്കും മുട്ടുകാലിൽ. അല്ല, നമുക്ക് എങ്ങോട്ടാ പോകേണ്ടത്? നമുക്ക് ഷെഡിലേക്ക് പോയാലോ അണ്ണാ? മകൻ പറയുകയാണ്, നല്ല വിശപ്പുണ്ട്. അതിനിപ്പോ എന്താ അണ്ണാ, പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഹോട്ടൽ ഉണ്ടെങ്കിൽ അവിടെ കയറി കഴിക്കാമെന്നേ. കാശുണ്ടോ കയ്യിൽ? കാശ് നമുക്ക് വേണോ അണ്ണാ? ജഗൻ പറയുകയാണ്, ഓസിന് എനിക്ക് വേണ്ട. വണ്ടി എടുക്കെന്ന് പറഞ്ഞ് 2 പേരും വണ്ടിയിൽ കയറുകയാണ്. എന്നിട്ട് ജഗൻ പറയുകയാണ്, അതെ, ഭീഷണിയുണ്ട് കേട്ടോ. ജയിലിൽ പുറത്തിറക്കിയവനാണ്ട് ഗുണ്ടകൾ കൂടുതലും പുറത്ത് കാണും. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.